Hi, my dear friends. I'm Muhsina. I had cleared my exam on November 20th. A big thanks to MedVenture team, especially for Dr. Andosa and my mentor Fauza ma'am. സോ എൻ്റെ ബേസിക് ക്ലാസ്സസ് എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ആൻഡ് ഫൗസ മാം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ടൈം ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റ് എടുത്തിട്ടുള്ള ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സിന് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരും കുറേ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. അവരുടെ എക്സാം കഴിഞ്ഞപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ആക്കിയിട്ടായാലും ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞ് തന്നിട്ടായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോളോ ചെയ്തത് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് അത് ലാസ്റ്റ് ടൈം ഞാൻ 2-3 ടൈംസ് റിവൈസ് ചെയ്തിട്ടായിരുന്നു പോയത്. പിന്നെ ഫസ്റ്റിൽ ഞാൻ ബേസിക് ക്ലാസ്സസ് സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് കേട്ടായിരുന്നു പോയത്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ്സസൊക്കെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയല്, പിന്നെ സ്റ്റുഡൻസ് ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസും, പിന്നെ കാൽക്കുലേഷൻസ് പാർട്ട് നല്ല രീതിയിൽ ഇനി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സ്റ്റുഡൻസിനോട് പറയാനുള്ളത് കാൽക്കുലേഷൻ പാർട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് 20+ കാൽക്കുലേഷൻസ് തന്നെ ചോദിക്കുന്നുണ്ട് കാൽക്കുലേഷൻ പാർട്ടിൽ നിന്ന്. അപ്പോൾ നല്ല രീതി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫയലിനകത്തുള്ളതായാലും നമുക്ക് തന്നൊരു റെക്കോർഡ് ഉണ്ടല്ലോ, സ്റ്റഡി മെറ്റീരിയൽ, അതിൽ നിന്നിട്ടായാലും ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. 20+ കാൽക്കുലേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആക്ച്വലി എക്സാം വാസ് ആവറേജ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് 2-3 ടൈംസ് റീഡ് ആക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇനി എക്സാം എഴുതാൻ പോകുന്ന ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, ഫയൽസ് എല്ലാം നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, കാൽക്കുലേഷൻസ് എല്ലാം നല്ല രീതിയിൽ നോക്കുക. ആൻഡ് all the very best.